4 ദിവസത്തെ വിദേശ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറപ്പെടും. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. എത്യോപ്യയിലേക്കുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത്. 4 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഡിസംബർ 18-ന് മോദി തിരിച്ചെത്തും. ആദിൽ പാലോട് ചേരുന്നു. ആദിൽ, അറേബ്യൻ രാജ്യങ്ങളിലുള്ള സന്ദർശനം എന്താണ് ലക്ഷ്യം? ചർച്ചകളൊക്കെ എങ്ങനെയാവും? ഏത് രാജ്യത്താണ് ആദ്യം എത്തുക? പ്രധാനമന്ത്രി ഇന്ന് ആദ്യം പോകുന്നത് ജോർദാനിലേക്കാണ്. ജോർദാനിൽ നിർണായകമായ ചില ചർച്ചകൾ ഉണ്ടാകും. വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള കരാറുകളിലൊക്കെ ഒപ്പിടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോർദാൻ രാജാവ് അബ്ദുള്ള ബിൻ അൽ ഹുസൈന്റെ ക്ഷണപ്രകാരമാണ് മോദിയുടെ സന്ദർശനം. രണ്ടാമത് പോകുന്നത് എത്യോപ്യയിലേക്കാണ്. എത്യോപ്യയിൽ മോദിയുടെ ആദ്യ സന്ദർശനമാണ്. എത്യോപ്യൻ പ്രധാനമന്ത്രി ഡോക്ടർ അബി അഹമ്മദ് അലിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. നിർണായകമായ ചർച്ചകൾ ഉണ്ടാകും. മൂന്നാമത്തെ രാജ്യം സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ ക്ഷണപ്രകാരം ഒമാനിലേക്ക് പോകുന്നതാണ്. ഒമാനുമായി ഇന്ത്യക്ക് നിർണായകമായ ചില വ്യാപാര ബന്ധങ്ങളുണ്ട്. ഇത് കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചർച്ചകളുടെ ലക്ഷ്യം. 4 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഡിസംബർ 18-ന് മോദി തിരിച്ചെത്തുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ ഓഫീസും അറിയിക്കുന്നത്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.